ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ സംഭവം പറയാനാണ്. അതായത് അപ്പോൾ നമ്മുടെ 30 days 30 ഫൈനാൻസ് കണ്ടൻറ്റിൻ്റെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫൈനാൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്, അതായത് റിട്ടയർമെൻറ്റ്. നമുക്ക് ഫുൾ ടൈം പണിയെടുക്കാൻ, അതായത് ജീവിതകാലം മൊത്തം പണിയെടുക്കാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. താല്പര്യമില്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ഉണ്ട്. അതായത് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ജോലി ചെയ്തില്ലെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളൊരു സംഭവമുണ്ട്. അതാണ് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് എത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര പൈസ വേണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന നമ്പറാണ് ഫയർ നമ്പർ എന്ന് പറയും. അപ്പോൾ ഫയറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് റിട്ടയർ ഏർലി എന്നാണ്. ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് റിട്ടയർ ഏർലി എന്നാണ് ഫയറിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഈ ഒരു നമ്പർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അതായത് എത്ര പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് അടിപൊളിയായിട്ട് ഇനി ബാക്കിയുള്ള കൊല്ലം മൊത്തം പണിക്കൊന്നും പോകാണ്ട് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു നമ്പറാണ് ഫയർ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിരുന്നത്. വീഡിയോയിൽ കിടക്കുന്ന ചാനൽ ആദ്യം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ വിടുക. അങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ അതിന് തന്നെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുകയാണ് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് റിട്ടയർ ഏർലി. അപ്പോൾ ആ ഒരു വാക്കിൽ നിന്ന് ഞാൻ മനസ്സിലാവും, അതായത് നമുക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏർലി ആയിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ, ഒരു എമൗണ്ട് പറഞ്ഞു തരുന്ന ഒരു സംഭവമാണ് ഈ ഫയർ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് ജസ്റ്റ് ഫോമിൽ പറയാം. നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന പോലെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ എക്സാമ്പിൾ അടക്കം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എനിക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു മാസം ജീവിക്കണമെങ്കിൽ, അതായത് നല്ല അടിച്ച് പൊടിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണമെങ്കിൽ എത്ര പൈസ വേണമെന്ന് നിങ്ങൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുന്നതാണ്. ഒരാൾക്കിപ്പോൾ ഒരു മാസം നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഇഷ്ടമുള്ള പോലെ ജീവിക്കണമെങ്കിൽ 5 ലക്ഷം രൂപ വേണമെന്ന് വയ്ക്കാം. ഓക്കെ, 5 ലക്ഷം രൂപ ഒരു മാസം എന്ന് പറയുമ്പോൾ ഒരു കൊല്ലാകുമ്പോൾ ഏകദേശം ഒരു 60 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. അടുത്തല്ല 60 ലക്ഷം വരും. ഓക്കെ, അപ്പോൾ 60 ലക്ഷം വരും. അപ്പോൾ ഫയർ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു മാസം എത്ര കാശ് വേണോ അതേ ഇൻറ്റു 25 ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് 60 ഇൻറ്റു 25. അപ്പോൾ ഏകദേശം ഒരു 15 കോടിയാണ് ആ ഒരു ഡാറ്റ വരുന്നത്. 15 കോടി എന്ന് പറഞ്ഞ നമ്പർ വരും. അപ്പോൾ അതാണ് ശരിക്കും നമ്മുടെ ഫയർ നമ്പർ എന്ന് പറയുന്നത്. അതായത് 15 കോടി ഈ മാസം 5 ലക്ഷം ആവശ്യമുള്ള ഒരാൾക്ക് 15 കോടി കയ്യിലുണ്ടെങ്കിൽ അത് റിട്ടയർ ചെയ്യാം. അങ്ങനെയാണ് ഈ ഒരു ഫയർ നമ്പർ പറയുന്നത്. അപ്പോൾ വെറുതെ റിട്ടയർ ചെയ്യുന്നതല്ല, ഈ ഒരു 15 കോടി എവിടെയെങ്കിലും ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാതെ, അതായത് ഇപ്പോൾ ഒരു 10% റിട്ടേൺ കിട്ടണ ഏതെങ്കിലും ഒരു സംഭവത്തിൽ മ്യൂച്വൽ ഫണ്ടോ ഏതെങ്കിലും വലിയ റിസ്ക്കൊന്നും ഇല്ലാത്ത ഒരു 10% റിട്ടേൺ കിട്ടുന്ന 10% ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഈ ഒരു സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ റിട്ടേൺ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 15 കോടി 10% ഇൻട്രസ്റ്റ് റിട്ടേണിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഏകദേശം ഒരു കൊല്ലം നമുക്ക് ഒരു 1.5 കോടി നമുക്ക് അതിൽ നിന്ന് മാത്രം എല്ലാ കൊല്ലം കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ 1.5 കോടി കൊല്ലം എന്ന് പറയുമ്പോൾ മാസം 12.5 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ കൊല്ലം കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ പണിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഈ ഫയർ നമ്പർ എന്ന് പറഞ്ഞ സംഭവം. അതിന് ശേഷം ഒരു എമൗണ്ട് കിട്ടും, അതാണ് നിങ്ങൾക്ക് വേണ്ട നമ്പർ. പിന്നെ അത് ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു എവിടെയെങ്കിലും 10% 12% കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാസം എത്ര കിട്ടും നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയതെന്ന് പറഞ്ഞാൽ 5 ലക്ഷം പെർ മന്താണ് നമുക്ക് ജീവിക്കാൻ വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഏകദേശം 12 ലക്ഷം പെർ മന്ത് കിട്ടും. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചിങ്ങനെ കൊല്ലങ്ങൾ കഴിയുന്നതോറും ഇങ്ങനെ ആവശ്യത്തിന് കാശിൻ്റെ ഇത് കൂടിക്കൊണ്ട് വരും, അതായത് ആവശ്യങ്ങൾ കൂടിക്കൊണ്ട് വരും. അപ്പോൾ ഈ 5 ലക്ഷം ഇൻഫ്ലേഷനൊക്കെ കൂടാണല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 5 ലക്ഷം എന്നുള്ളത് 6 ലക്ഷം എന്നൊക്കെ ഉള്ളത് കുറച്ച് കഴിയുമ്പോൾ ഒരു 10 ലക്ഷം 12 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നോക്കിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഫയർ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു മാസം എത്ര വേണ്ടി വരും, അല്ലെങ്കിൽ കയ്യിൽ എത്ര രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടയർ ആവാമെന്നൊക്കെ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും അത്ര ഉണ്ടായാലും ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ താഴത്ത് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ വിടുക. അപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.